എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയാത്തത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഞാൻ വിജയിക്കാത്തത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട്, അതും വേദങ്ങളിൽ. ആ ഉത്തരത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മൾട്ടി ടാസ്കിംഗ് എന്ന പേരിൽ ഒരേ സമയത്ത് 10 കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒന്നും ശരിയായി നടക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. അഥർവവേദത്തിലെ ഒരു മന്ത്രം ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നൽകിയിട്ടുണ്ട്. മന്ത്രം ഇങ്ങനെയാണ്: ഏതം ലോകം ശ്രദ്ധധാനാഹ സചന്തി. ഏതം ലോകം ശ്രദ്ധധാനാഹ സചന്തി. അഥർവവേദത്തിലെ 6-ാം കാണ്ഡത്തിൽ 122-ാമത്തെ സൂക്തത്തിൽ 3-ാമത്തെ മന്ത്രമാണിത്. ശ്രദ്ധാലുക്കളായ വ്യക്തികൾ ഈ ലോകത്ത് സുഖം അനുഭവിക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ഇനി വേദം പറയുന്ന ഈ ശ്രദ്ധ എന്താണ് എന്ന് നമുക്കൊന്ന് പഠിക്കേണ്ടതുണ്ട്, ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സംസ്കൃതത്തിൽ ശ്രദ്ധ എന്നാൽ കേവലം കോൺസെൻട്രേഷൻ എന്നൊരർത്ഥമല്ല ഉള്ളത്. ആ വാക്കുണ്ടാവുന്നത് തന്നെ വളരെ രസകരമായ ഒരു രീതിയിലാണ്. ശ്രദ്ധനോട് ധാ ചേർന്നിട്ടാണ് ശ്രദ്ധ എന്ന ശബ്ദമുണ്ടാവുന്നത്. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നാണ് അർത്ഥം. ധാ എന്നാൽ സ്ഥാപിക്കുക. അതായത് ഹൃദയത്തോടെ സമ്പൂർണ്ണ സാന്നിധ്യത്തോടെ ഏതെങ്കിലും കാര്യത്തിൽ സ്വയം സ്ഥാപിക്കുന്നതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവരെ മന്ത്രത്തിൽ, ഈ വേദമന്ത്രത്തിൽ വിളിക്കുന്നത് ശ്രദ്ധധാനാഹ എന്നാണ്. ശ്രദ്ധധാനാഹ എന്നാണ്. 2 ദായാണ്, ശ്രദ്ധ എന്നല്ല, തെറ്റി പറഞ്ഞതല്ല. അപ്പോൾ ശ്രദ്ധധാനാഹ എന്ന് വിളിച്ചിരിക്കുന്നത് ഇങ്ങനെ സാന്നിധ്യപൂർവം ഹൃദയത്തെ ഒരിടത്ത് സ്ഥാപിച്ച് പ്രവർത്തിക്കുന്നവരെയാണ്. ഹാർവാർഡ് സർവകലാശാലയിലെ ഒരു പഠനം തെളിയിച്ചത് നമ്മുടെ മനസ്സ് 47% സമയവും വാണ്ടറിങ്ങിലാണ്, അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞു കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ചിലർ മൊബൈൽ നോക്കുന്നു, സംസാരിക്കുമ്പോൾ വേറെ എന്തോ ചിന്തിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഫലം എന്താണ്? ഉത്കണ്ഠ വർദ്ധിക്കുന്നു, ബന്ധങ്ങൾ ദുർബലമായി പോകുന്നു, സന്തോഷം നഷ്ടപ്പെടുന്നു. ഇനി എങ്ങനെയാണപ്പോൾ നമുക്ക് ഈ ശ്രദ്ധ സുഖം സൃഷ്ടിക്കുന്നതിന് ഉപയോഗിക്കാൻ പറ്റുക? പൂർണ്ണമായും ഫോക്കസ്ഡായി, ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയും എളുപ്പമായി തീരും എന്ന് പറയേണ്ടതില്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ സംഭാഷണങ്ങളിൽ മുഴുകുമ്പോൾ ശ്രദ്ധയോടുകൂടി അത് കേൾക്കുകയാണെങ്കിൽ ബന്ധങ്ങളുടെ ആഴം അത് വർദ്ധിപ്പിക്കാൻ കാരണമാവും. അതുപോലെ തന്നെ നമ്മുടെ അനുഭവങ്ങളും സമ്പന്നമാവും. മാനസിക സമാധാനം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഭൂതകാല വിഷാദവും ഭാവി ഉത്കണ്ഠയും ഒക്കെ പതുക്കെ കുറയാൻ തുടങ്ങും. ഇനി നമുക്ക് ഈ ആധുനിക ജീവിതത്തിൽ ശ്രദ്ധധാനൻ ആകാനുള്ള, അല്ലെങ്കിൽ ശ്രദ്ധാവാൻ ആകാനുള്ള 7 പ്രായോഗിക മാർഗങ്ങളിലേക്ക് ഇന്ന് കിടക്കാം. അതാണല്ലോ മുഖ്യം. ഇതിനെക്കുറിച്ചുള്ള ഫിലോസഫി അല്ലല്ലോ. ഈ ഒന്നാമത് വേണ്ടത് പ്രഭാത ശ്രദ്ധാ അഭ്യാസമാണ്. കണ്ണ് തുറന്നാൽ ഉടനെ മൊബൈൽ എടുക്കരുത്. 5 മിനിറ്റ് സ്വന്തം ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വേണ്ടത്. ദിവസത്തിലെ 3 പ്രധാന കാര്യങ്ങൾ മാത്രം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഓരോന്നിനും ഡെഡിക്കേറ്റഡ് ടൈം കൊടുക്കുക എന്നുള്ളതാണ് ഒന്ന്. ദിവസത്തിലെ 3 പ്രധാന കാര്യങ്ങൾ മാത്രം ഐഡൻറ്റിഫൈ ചെയ്യുക, അതിന് ഡെഡിക്കേറ്റഡായ ടൈം കൊടുക്കുക. അത് മസ്റ്റാണ്, അത് ചെയ്യേണ്ടതാണെന്നർത്ഥം. രണ്ടാമത്തത് ഏകാഗ്രത എന്ന് പറയുന്ന നിയമമാണ്. മൾട്ടി ടാസ്കിംഗ് നിർത്തുക. അത് ഉൽപാദനക്ഷമത 40% കുറയ്ക്കും. അതുകൊണ്ട് ഓരോ കാര്യവും സമയം ഫിക്സ് ചെയ്ത് ചെയ്യുക. അതിനിടയിൽ മൊബൈൽ നോട്ടിഫിക്കേഷൻസ് ഓഫാക്കുകയും വേണം. ഇനി മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്തത് സംസാര ശ്രദ്ധയാണ്. അതായത് സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്ട് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അവർ പറയുന്നത് യഥാർത്ഥത്തിൽ കേൾക്കുക. അപ്പോൾ ഫോണിൽ കൈപിടിച്ച് അതിലേക്ക് നോക്കി ഇരിക്കുന്നത് ഒട്ടും നല്ല ലക്ഷണമല്ല. ഇനി നാലാമത്തെ കാര്യം ഭക്ഷണ ധ്യാനമാണ്. ഭക്ഷണ സമയത്ത് TV അല്ലെങ്കിൽ മൊബൈൽ കാണരുത്. എല്ലാ ബൈറ്റും സാവകാശം ചവച്ചരച്ച് രുചി അനുഭവിച്ച് കഴിക്കണം.
ആദ്യത്തെ 3 കഷ്ണങ്ങൾ പൂർണ്ണ നിശബ്ദതയിൽ തന്നെ നമ്മൾ കഴിക്കണം. ആദ്യത്തെ 3 പീസ്, ആദ്യത്തെ 3 ബൈറ്റ് അല്ലെങ്കിൽ ഉരുളകൾ നമ്മൾ വളരെ പൂർണ്ണ നിശബ്ദമായിട്ട് കഴിക്കണം. അതുകൊണ്ട് പണ്ടൊക്കെ നമ്മുടെ പ്രാചീന ഭാരതത്തിൽ ഭോജന മന്ത്രമൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ വിശദമായ കാര്യമാണ്. ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകാൻ സമയമില്ല. 5-മത്തത് ഡിജിറ്റൽ ഡീടോക്സ് ആണ്. ഞാൻ എത്രയോ എപ്പിസോഡുകൾ ഈ കാര്യം പറഞ്ഞതാണ്. ദിവസേന കുറഞ്ഞത് 2 മണിക്കൂർ ഫോൺ ഫ്രീ ടൈം കണ്ടെത്തണം. ഫോൺ ഫ്രീ ടൈം എത്ര മണിക്കൂർ? 2 മണിക്കൂർ. ഉറക്കത്തിന് 1 മണിക്കൂർ മുമ്പ് സ്ക്രീൻസ് ഒഴിവാക്കുക. ഈ സമയം നമ്മൾ പ്രകൃതിയോടൊപ്പമോ പുസ്തകത്തോടൊപ്പമോ ഒക്കെ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി 6-മത്തേത് കർമ്മയോഗം ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാമെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് 6-മത്തെ കാര്യം. അത്യാവശ്യമല്ലാത്തതെന്ന് കരുതുന്ന ജോലികളും ഒരു സാധന പോലെ ചെയ്യാൻ ശ്രമിക്കണം. വാത്സല്യത്തോടെ പാത്രം കഴുകുക, സ്നേഹത്തോടെ തോട്ടത്തിൽ പണിയെടുക്കുക, വളരെ ആനന്ദത്തോടു കൂടി സാമ്പാർ ഉണ്ടാക്കുക, കറി ഉണ്ടാക്കുക, ഞാൻ ഇവിടെയാണ്, ഈ നിമിഷത്തിലാണ് എന്ന ബോധത്തോടു കൂടി നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യുക. ഇതാണ് 6-മത്തെ കാര്യം. ഏത് ചെറിയ കാര്യം ചെയ്യുമ്പോഴും, അതിന് വലിയ പ്രാധാന്യമില്ലാത്ത കാര്യമാണെങ്കിൽ പോലും വളരെ അവെയർനെസ്സോടു കൂടി അത് ചെയ്യാൻ ശ്രമിക്കുക. അത് വളരെ മാറ്റം ഉണ്ടാക്കും. 7-മത്തത് സായാഹ്ന സ്വാധ്യായം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതായത് ദിവസത്തിൻ്റെ അവസാനം 10 മിനിറ്റ് ജേർണലിംഗ് ചെയ്യുക എന്നുള്ളതാണ്. ജേർണലിംഗ് ഇത് ഞാൻ പൂർണ്ണമായും പ്രസൻ്റ് ആയത് എപ്പോഴൊക്കെയായിരുന്നു, എപ്പോഴാണ് എൻ്റെ മനസ്സ് അലഞ്ഞു നടന്നത്, ഇത് എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ദിവസം എന്തൊക്കെ സംഭവിച്ചു എന്ന്. കാരണം അങ്ങനെ അറിഞ്ഞാൽ പിറ്റേ ദിവസം ആ സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിനെ തിരിച്ചു പിടിക്കാൻ സാധിക്കും. തുടർന്ന് പിറ്റേ ദിവസം കൂടുതൽ ആകുന്നതിന് നമുക്കൊരു പ്രതിജ്ഞയും വേണമെങ്കിൽ എടുക്കാം. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യങ്ങൾക്കെല്ലാം ശാസ്ത്രീയമായ അടിത്തറയുണ്ട് എന്ന് നിങ്ങൾ അറിയണം. നമ്മുടെ വേദങ്ങളിലോ ഉപനിഷത്തുക്കളിലോ ദർശനങ്ങളിലോ ഒക്കെ പറഞ്ഞ കാര്യങ്ങൾക്ക് ശാസ്ത്രീയമായ അടിത്തറയുണ്ട്. സാങ്ഖ്യദർശനത്തിലോ യോഗദർശനത്തിലോ ഒക്കെ പറഞ്ഞ കാര്യങ്ങൾക്ക് വലിയ അടിത്തറയുണ്ട്. MITയിലും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ ഇടങ്ങളിലൊക്കെ നടത്തിയ പഠനങ്ങളിൽ ഈ മൈൻഡ്ഫുൾനെസ് എന്നാണ് ഇപ്പോൾ അതിൻ്റെ പേര്, ഈ ശ്രദ്ധയുടെ പേര് മൈൻഡ്ഫുൾനെസ് എന്നൊക്കെയാണ്. ഇപ്പോൾ മൈൻഡ്ഫുൾനെസ്സിന് 30% സ്ട്രെസ്സ് കുറയ്ക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഇത് നമ്മുടെ ഫോക്കസ് 50% വർദ്ധിപ്പിക്കുന്ന പറയും. ഇത് മാത്രമല്ല കേട്ടോ, മെമ്മറി, ക്രിയേറ്റിവിറ്റി, ഇമോഷണൽ ഇൻ്റലിജൻസ് എല്ലാം മെച്ചപ്പെടുത്തുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തിന്? ഈ ഗൂഗിൾ, ആപ്പിൾ തുടങ്ങിയ കമ്പനികൾ എംപ്ലോയീസിന് മൈൻഡ്ഫുൾനെസ്സിൻ്റെ ട്രെയിനിങ് പോലും കൊടുക്കുന്നു എന്ന കാര്യം നമ്മൾ പഠിക്കുമ്പോഴാണ് പ്രാചീന അഥർവവേദ മന്ത്രം എത്ര ശക്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് ശാസ്ത്രലോകം ഇന്ന് തിരിച്ചറിഞ്ഞു എന്നും നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. ഇനി നമുക്ക് ഈ മന്ത്രം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ നടപ്പാക്കാമെന്ന് കൂടി പറയാമെന്ന് തോന്നുന്നു. പ്രഭാതത്തിൽ ഉണരുമ്പോൾ നമ്മൾ മൊബൈലൊന്നും നോക്കരുത് എന്നൊക്കെ പറഞ്ഞല്ലോ. ഇനി നമ്മൾ ആ ശ്വാസത്തിൽ അത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ചെയ്യാവുന്ന കാര്യം, ഏതം ലോകം ശ്രദ്ധധാനാഹ സചന്തേ എന്ന മന്ത്രം 3 പ്രാവശ്യം ചൊല്ലുക. ഏതം ലോകം ശ്രദ്ധധാനാഹ സജന്തേ, ഈ മന്ത്രം 3 പ്രാവശ്യം ചൊല്ലുക. എന്നിട്ട് ഇന്ന് ഞാൻ ശ്രദ്ധാലുവായിരിക്കും എന്ന് സങ്കല്പെടുക്കുക. ശ്രദ്ധ ചിതറിപ്പോകുമ്പോഴെല്ലാം ഒരു ചെറിയ പേപ്പറിൽ ഇത് എഴുതി വെച്ചിട്ട് ഏതം ലോകം ശ്രദ്ധധാനാഹ സജന്തേ എന്ന് എഴുതി വെച്ച് അതിലേക്ക് നോക്കുക. അപ്പോൾ ഈ മന്ത്രം നമ്മൾ ഓർമ്മിക്കാനും അതുവഴി നമുക്ക് തിരിച്ച് വീണ്ടും നമ്മുടെ അവെയർനെസ്സിലേക്ക് വരാനും സാധിക്കും. രാത്രി കിടക്കുമ്പോൾ എത്ര നേരം ഞാൻ ശരിക്കും പ്രസൻ്റ് ആയിരുന്നു എന്ന് വിലയിരുത്തേണ്ട ഒരു സമയമാണ്. അപ്പോഴും നമുക്ക് ഏതം ലോകം ശ്രദ്ധധാനാഹ സജന്തേ എന്ന മന്ത്രം 1, 2, 3 പ്രാവശ്യം ചൊല്ലാവുന്നതാണ്. അർത്ഥവും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഇന്ന് ഞാൻ എത്ര സമയം ശരിക്കും എന്നോട് എൻ്റെ സുഹൃത്ത് സംസാരിക്കുമ്പോൾ എത്ര നേരം ഞാൻ ശ്രദ്ധിച്ചു, എത്ര നേരം ഞാൻ അവിടെ നിന്ന് എൻ്റെ മനസ്സ് ചെതറിപ്പോയി, എൻ്റെ ഭാര്യ സംസാരിക്കുമ്പോൾ, എൻ്റെ ഭർത്താവ് സംസാരിക്കുമ്പോൾ, എൻ്റെ കുട്ടികൾ സംസാരിക്കുമ്പോൾ ഞാൻ എവിടെയായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്താൻ രാത്രി സമയം കണ്ടെത്തുക കിടക്കുന്നതിന് മുമ്പ്. വേദം പറയുന്നത് സരളമായ ഒരു സത്യമാണ്. നിങ്ങൾ എവിടെയാണോ അവിടെ പൂർണ്ണമായിട്ടുണ്ടാവുക.
ഇപ്പോൾ ഈ നിമിഷത്തിൽ ഇവിടെ പൂർണ്ണമായി ഉണ്ടായിരിക്കുക. ഇതാണ് വേദമന്ത്രത്തിൻ്റെ അർത്ഥം. അതോടെ സമാധാനം വരും, സന്തോഷം വരും, വിജയവും വരും. നമ്മുടെ ശ്രദ്ധ നമ്മുടേതാണ്, നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടേതാണ്. അത് ബോധപൂർവം എവിടെ നിക്ഷേപിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. ഇന്നു മുതൽ തന്നെ തുടങ്ങാം. ഒരു കാര്യം മാത്രം തിരഞ്ഞെടുക്കുക, അത് പൂർണ്ണ ശ്രദ്ധയോടെ ചെയ്യുക. വ്യത്യാസം നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. ഞാൻ ഒറ്റ മന്ത്രം പറയാം: ഓം ശ്രദ്ധായേ നമഃ, ഓം ശ്രദ്ധായേ നമഃ പറഞ്ഞുകൊണ്ട് ശുഭദിനം ആശംസിക്കുന്നു. നമസ്തേ.